ഹലോ ആൾ, എന്താണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും ഓക്കെ അല്ലേ? രാവിലെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ പ്ലാൻസ് എല്ലാം ഓക്കെയാണ് എന്ന് കണ്ടാൽ തന്നെ നമ്മളെല്ലാവരും ഓക്കെ ആവും അല്ലേ? പ്ലാൻസ് ഇഷ്ടമുള്ളവർക്ക് മാത്രം റിലേറ്റ് ആവുന്നൊരു സംഗതിയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. എന്നും രാവിലെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന പല വർണ്ണങ്ങളിലുള്ള ആ ഒരു സന്തോഷമുണ്ടല്ലോ, അതിന് പകരം വയ്ക്കാൻ മറ്റൊന്നുമില്ല തന്നെ. ഇന്നത്തെ പ്രഭാതം കുറച്ച് മഴത്തുള്ളികൾ കൊണ്ട് തിളക്കമുള്ളതായിരുന്നു. പല ചെടികളിലും പൂക്കളിലും മഴത്തുള്ളികൾ പളുങ്കുപോലെ പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അന്തി മയങ്ങും വരെ ചെടികൾക്കും കൂടി സമയം കൊടുത്തിട്ടുള്ള നമ്മുടെ ഈ ദിനചര്യകൾക്ക് വീട്ടിലുള്ളവർ കൂടി കുറച്ച് സപ്പോർട്ടായിട്ട് നിൽക്കുമ്പോൾ അതൊരു ഇരട്ടി സന്തോഷം തന്നെയാണ്. എൻ്റെ കസ്റ്റമേഴ്സിൽ പലരും പല അഭിപ്രായങ്ങൾ എന്നോട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചിലർക്കെല്ലാം അത്ര സപ്പോർട്ടീവായിട്ടുള്ള ഫാമിലി അല്ല, ഈ ഒരു വിഷയത്തിൽ ഫാമിലിക്ക് അത്ര താല്പര്യം ഇല്ല എന്നാണ് പറഞ്ഞു കേൾക്കാറുള്ളത്. എന്നാൽ ചിലർ പറയാറുണ്ട്, എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എൻ്റെ മക്കളും എൻ്റെ ഹസ്ബൻഡും അതല്ലെങ്കിൽ എൻ്റെ വൈഫ് എനിക്ക് പ്ലാന്റ്സ് ഇടയ്ക്കിടെ വാങ്ങി ഗിഫ്റ്റ് ചെയ്യാറുണ്ട് എന്നൊക്കെ. മുൻപൊന്നും ചെടിയുടെ അത്ര ഇഷ്ടമില്ലാഞ്ഞിട്ടും പിന്നീട് കാലക്രമേണ പുതിയ വീട് വെച്ച് മാറുമ്പോഴും അതല്ലെങ്കിൽ പലരുടെയും വീട്ടിലെ ഗാർഡൻ കാണുമ്പോഴും ഭംഗി തോന്നിയിട്ട് ഈ ഗാർഡനിങ് തുടങ്ങിയവരുണ്ട്. ഞാനൊക്കെ ആ ഒരു ഗണത്തിൽപ്പെട്ടതാണ്. എങ്ങനെയൊക്കെ ആയാലും പൂക്കൾ കാണുക എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. നമ്മുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പല സംഭവങ്ങൾക്കും ഈ പൂക്കൾ ഒരു മരുന്ന് തന്നെയാണ്. നമ്മുടെ ലൈഫിൽ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളും ചെറുതോ വലുതോ ആകട്ടെ, അതല്ലെങ്കിൽ രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവർ, മനസ്സിലെന്തെങ്കിലും മുറിവുള്ളവർ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മാനസികമായ ശാരീരികമായ ബുദ്ധിമുട്ടുള്ളവർ, ഇവർക്ക് എല്ലാവർക്കും തന്നെ ഒരു മരുന്ന് തന്നെയാണ് ഈ ഗാർഡനിങ് എന്ന് പറയുന്നത്. നേരം പോക്കിന് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ നേരമില്ലാഞ്ഞിട്ടും ഇഷ്ടം കൊണ്ടോ അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മറക്കാനോ സമാധാനത്തിനോ സന്തോഷത്തിനോ വേണ്ടിയിട്ട് ഗാർഡനിങ് തുടങ്ങിയ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരുടെയും ഗാർഡൻ പൂക്കൾ കൊണ്ടും ഇലകൾ കൊണ്ടും സമ്പന്നമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.